ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത് BSc മാത്തമാറ്റിക്സ് എന്ന കോഴ്സിനെ കുറിച്ചാണ്. എങ്ങനെ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാം, BSc മാത്തമാറ്റിക്സ് എടുത്താലുള്ള 5 ഗുണങ്ങൾ, കേരളത്തിൽ BSc മാത്തമാറ്റിക്സ് ലഭിക്കുന്ന കോളേജുകൾ, അവയുടെ പേര്, ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം, ഈ കോഴ്സിൽ പഠിക്കേണ്ട വിഷയങ്ങൾ, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട 10 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ, സിലബസ് തുടങ്ങിയ അനവധി വിവരങ്ങൾ നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമുക്ക് BSc മാത്തമാറ്റിക്സ് എന്ന കോഴ്സിനെ കുറിച്ച് നോക്കി തന്നെ തുടങ്ങാം. ബാച്ചിലർ ഓഫ് സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു 3 വർഷ ഡിഗ്രി കോഴ്സ് തന്നെയാണ് BSc മാത്തമാറ്റിക്സ് എന്നത്. മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകളെയും പോലെ തന്നെ ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം. ഈ കോഴ്സിന് ആകെ 6 സെമസ്റ്ററുകളാണ് ഉള്ളത്. നമുക്ക് ആദ്യമേ BSc മാത്തമാറ്റിക്സ് എന്ന കോഴ്സിനെ കുറിച്ച് നോക്കി തുടങ്ങാം. ബാച്ചിലർ ഓഫ് സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു 3 വർഷ ഡിഗ്രി കോഴ്സ് തന്നെയാണ് BSc മാത്തമാറ്റിക്സ്. മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകളെയും പോലെ തന്നെ ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം, ആകെ 6 സെമസ്റ്ററുകളാണ് ഈ കോഴ്സിന് ഉള്ളത്. BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ പഠിക്കേണ്ടി വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സിൽ ആദ്യത്തെ 2 വർഷം മാത്തമാറ്റിക്സ് അല്ലാതെ ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, എക്കണോമിക്സ്, സ്റ്റാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം അറിയാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത നോക്കാം. +2 50% കൂടുതൽ മാർക്കുണ്ടായിരിക്കണം. കൂടാതെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം. ഇതിന് തത്തുല്യ യോഗ്യതകളും പരിഗണിക്കും. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുകയാണ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മാർക്കിൻ്റെ കാര്യത്തിൽ ST, SC, OEC വിഭാഗത്തിന് ഇളവുകൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി നാം നോക്കുവാൻ പോകുന്നത് BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചാണ്. മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും അഡ്മിഷൻ നേടുന്നത് പോലെ 2 രീതിയിൽ ഈ കോഴ്സിനും അഡ്മിഷൻ നേടാവുന്നതാണ്. ഒന്ന്, എൻട്രൻസ് എക്സാമുകളുടെ അടിസ്ഥാനത്തിൽ അഥവാ പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ. 2, +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലും ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നു. കേരളത്തിന് പുറത്തുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായും എൻട്രൻസ് എക്സാമുകളിലൂടെ ഈ കോഴ്സിന് അഡ്മിഷൻ നൽകുന്നത്. ഏതാനും ചില പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളാണ് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. നാം ഇനി നോക്കുവാൻ പോകുന്നത് BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സ് എടുത്താലുള്ള 5 പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചാണ്. 1, മാത്തമാറ്റിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് അതീവ ആഗ്രഹവും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിനും BSc മാത്തമാറ്റിക്സ് ഒരു നല്ല കോഴ്സാണ്. ഇതും ഈ കോഴ്സ് എടുത്താലുള്ള ഒരു ഗുണം തന്നെയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ കോഴ്സ് പാസ്സായ ശേഷം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകൾ എഴുതുവാനും അതിലൂടെ അനവധി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജോലികൾ നേടുവാനുമുള്ള സാധ്യതകളാണ്. നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു വസ്തുത തന്നെയാണ് മൂന്നാമത്തെ ഈ ഗുണമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മാത്തമാറ്റിക്സ് ലോകത്തിൻ്റെ സ്പന്ദനമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അതൊരു സിനിമയിൽ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തെ എല്ലാ തൊഴിൽ മേഖലകളിലും മാത്തമാറ്റിക്സിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഏത് വിധത്തിലും ഗുണം തന്നെ ചെയ്യുകയുള്ളൂ. നാലാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, സ്കൂളുകൾ, കോളേജുകൾ, കോച്ചിങ് സെൻറ്ററുകൾ, ബാങ്കുകൾ, IT സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കൺസൾട്ടൻസികൾ തുടങ്ങിയ അനവധി മേഖലകളിൽ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. 5, ഈ കോഴ്സ് എടുത്താലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം തന്നെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം അഥവാ UK, ഇറ്റലി, സൗത്ത് കൊറിയ എന്നീ വിദേശ രാജ്യങ്ങളിലും BSc മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് അനവധി തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഇതും ഈ കോഴ്സ് എടുത്താലുള്ള ഒരു ഗുണമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കോഴ്സ് എടുത്താലുള്ള കേവലം 5 ഗുണങ്ങൾ മാത്രമാണ്. അനവധി വേറെ ഗുണങ്ങളുമുണ്ട് ഈ കോഴ്സ് എടുത്താൽ. ഇനി നാം നോക്കുവാൻ പോകുന്നത് ഈ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അടുത്തതായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ചാണ്. BSc മാത്തമാറ്റിക്സ് എന്ന കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ തന്നെ പഠനം തുടരാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് MSc മാത്തമാറ്റിക്സ് എന്ന 2 വർഷ PG കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലാതെ MSc ഒരുമാതിരി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. MBA, MSW, MCOM, MA തുടങ്ങിയ അനവധി PG കോഴ്സുകളും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ യോഗ്യത വെച്ച് എടുക്കാവുന്നതാണ്. നാം ഇനി നോക്കുവാൻ പോകുന്നത് BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സിന് വരുന്ന ഫീസിനെ കുറിച്ചാണ്. ഓരോ സെമസ്റ്ററിനും ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, അഥവാ ഇപ്പം ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിലൊക്കെ സീറ്റുകൾ ലഭിച്ച് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിനും പരീക്ഷാ ഫീസ് എന്നത് 500 1000 അത്രയൊക്കെ ആകത്തുള്ളൂ. അതേസമയം നിങ്ങൾ സ്വയാശ്രയ കോളേജുകളിലോ അല്ലാതെ പ്രൈവറ്റ് കോളേജുകളിലോ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ 30,000 അല്ലെങ്കിൽ 25,000 തൊട്ട് 30,000 വരെ സെമസ്റ്ററിനാകാം. അതിൽ കൂടുതലാകുവാനും ചാൻസ് ഉണ്ട്. ഇനി നാം നോക്കുവാൻ പോകുന്നത് BSc മാത്തമാറ്റിക്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 10 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളാണ്. ഒരു കാര്യം എടുത്തു പറയുകയാണ്, BSc മാത്തമാറ്റിക്സ് എന്ന യോഗ്യതയിലൂടെ മാത്രം നേടാവുന്ന തൊഴിലുകളല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ അതിനുള്ള ഒരു അടിസ്ഥാന യോഗ്യത മാത്രമായിരിക്കും BSc മാത്തമാറ്റിക്സ്. ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ഡൗട്ടുകൾ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ കേരളത്തിലെ ഏതാനും ചില പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സ് ലഭിക്കുന്ന കോളേജുകളുടെ പേര്, അവയിൽ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എല്ലാം ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊന്ന് നോക്കാവുന്നതാണ്.